ഹായ് ഗായ്സ്, അതുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഷവായി മസാലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസക്കേടുണ്ട്. എനിക്ക് നല്ല തൊണ്ടവേദനയാണ്, അപ്പോൾ സൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാലൻ്റെ റെസിപ്പി എല്ലാവരും വീഡിയോ ഇടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുൾ ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഷവായിക്ക് വേണ്ട പീസാക്കിയിട്ടുള്ള ചിക്കനും എടുക്കാനായിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ സ്പൂണോട് നന്നായിട്ട് കുത്തി കൊടുക്കാം. മസാല നന്നായിട്ട് പിടിക്കാനും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകാനുള്ള വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 12 പച്ചമുളകും 1/4 കപ്പ് സുർക്കയും 1/4 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു 15 കുഞ്ഞുള്ളി ഇതുപോലെ ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു തക്കാളി, പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 പിടി മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്. നല്ലതുപോലെ ഇതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിൽ ഈ മസാല തേച്ച് പിടിച്ചിട്ട് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചിട്ടെടുക്കാം. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേവിയില്ലേ, അയ്യൊരു നെയ്യിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കുറുക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് കുറുക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഷവായിൻ്റെ മസാല. അപ്പോൾ ചിക്കനിലൊക്കെ നല്ല മസാല പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കുബൂസിൻ്റെ കൂടെ ഏത് പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളിയാണ്. കറിയൊന്നും വേണ്ട, അത്ര ടേസ്റ്റുമാണ്, അത്ര ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണെന്ന് പറയും. പിന്നെ വീട്ടിലൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോസെല്ലാം കാണുന്നവരെല്ലാം ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകും. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.